ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീഡിയോയിലേക്ക് പോകാം. പ്ലം കേക്കിന് വേണ്ടി ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അത് വിത്തൗട്ട് ആൽക്കഹോളാണ്. ജ്യൂസിൻ്റെ അകത്താണ് ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി 250 ഗ്രാമിൻ്റെ റൈസൻസ്, 250 ഗ്രാം ചെറീസ്, 250 ഗ്രാം ബദാം, 250 ഗ്രാം ഡേറ്റ്സ് കട്ട് ചെയ്തത്, 250 ഗ്രാം ബ്ലാക്ക് റൈസൻസ്, 250 ഗ്രാം കാഷ്നട്ട്സ്, 250 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളർ, 250 ഗ്രാം യെല്ലോ കളർ ടൂട്ടി ഫ്രൂട്ടി, 100 ഗ്രാം മിക്സഡ് ഫ്രൂട്ട് ജാം, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് 200 ml, 2 ലെമൺ ജ്യൂസ്, ജിഞ്ചർ പീൽ 2 ടീസ്പൂൺ. അതിനുശേഷം ഒരു കടായി എടുത്ത് 500 ഗ്രാം ഷുഗർ എടുക്കണം. അതിനുശേഷം ഈ മിക്സഡ് ഫ്രൂട്ട് ജാമിന് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഈ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഒഴിക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യണം. എന്നിട്ടിത് ഈ ഷുഗർ എല്ലാം കൂടെ തിളയ്ക്കുന്നിടം വരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഷുഗർ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ജിഞ്ചർ പീലിടണം. അതിനുശേഷം ഓറഞ്ച് പീലിടണം. ജിഞ്ചർ പീലും ഓറഞ്ച് പീലും വിളയിച്ചതാണ്. ഒന്നുകൂടെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം 3 ടീസ്പൂൺ ഹോംമെയ്ഡ് ഗരം മസാല, സിനമൺ, ഡ്രൈ ജിഞ്ചർ, ക്ലോവ്, കാർഡമം, നട്ട്മഗ് ഇതെല്ലാം കൂടെ ചേർന്നുള്ള മിക്സ് 3 സ്പൂൺ. അതിനുശേഷം റൈസൻസ് ഇടുക, ചെറീസ്, കാഷ്നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളറിൻ്റെ, ഓറഞ്ച് കളർ ടൂട്ടി ഫ്രൂട്ടി, അതിനുശേഷം ബ്ലാക്ക് റൈസൻസ്, അതിനുശേഷം ഡേറ്റ്സ്, അതിനുശേഷം ബദാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യും. ഒത്തിരി തിക്കാവരുത്. ഇനി ഗ്യാസ് നിർത്താം. ഒത്തിരി തിക്കായാലും കുഴപ്പമില്ല. ഇതിനി തണുക്കുമ്പോൾ ഒരു ജാറിൻ്റെ അകത്തിട്ട് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 മാസം 2 മാസം വരെ കേടാവത്തില്ല. ഇത് ഫുഡ് സോക്ക് ചെയ്തതാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്തതാണ്. ഇനി ഇത് ടിന്നിൽ ഇട്ട് വെക്കാം. എയർ കണ്ടെയ്നർ ജാറിൽ സൂക്ഷിക്കാം. നല്ല സ്പൂണുകളൊന്നും ഉപയോഗിക്കരുത്. 2-3 മാസം കുറഞ്ഞതേലും വെക്കാൻ പറ്റും. ഇതിന് കേക്കിൻ്റെ അകത്തിട്ട് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയ ആൾക്കാർ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.